വായനാ ദിനത്തോടനുബന്ധിച്ച് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും RGSAയുടെയും നേതൃത്വത്തിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO രമേശൻ K സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാർഗരറ്റ് TP അധ്യക്ഷയായി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുമേഷ് ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ എന്നുള്ള ഒരു വലിയ മഹാന്റെ ചരമദിനം ഇത്തരം വായനാ ദിനമായി ആചരിക്കുന്നതിൽ ഒരുപാട് പ്രത്യേകത. ആ പ്രത്യേകത ഒരുപാട് ഗ്രന്ഥശാലകൾ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി എന്നതുകൊണ്ട് തന്നെയാണ്. 45 മുമ്പ് തന്നെ 1926 മുതൽ അദ്ദേഹം ഈ ഗ്രന്ഥശാല വായനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ അത്തരത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു മനുഷ്യൻ തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ്. കോട്ടയത്താണ് അദ്ദേഹം ജനിച്ചതെങ്കിലും കേരളം ആകെ ഗ്രന്ഥശാല സംഘം, ആദ്യം സനാതന ധർമ്മ വായനശാല എന്നോ അങ്ങനെ സംഘമെന്നോ പിന്നീട് ഗ്രന്ഥശാല സംഘമായല്ല 45 രൂപീകരിക്കുകയും സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപീകരിക്കുകയും കേരളത്തിൽ ഏകദേശം 6000-ഓളം ഗ്രന്ഥശാലകൾ രൂപീകരിക്കുകയും അതുവഴി ഒരുപാട് ആളുകളിലേക്ക് വായന പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത ഒരു മഹാനാണ് PN പണിക്കർ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനോജ് M കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയും നവതലമുറയിൽ വായന സംസ്കാരം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വിശദീകരിച്ചു. എഴുത്തുകാരനും മജീഷ്യനുമായ KB പ്രശാന്ത് മുഖ്യാതിഥിയായി. ചടങ്ങിൽ KB പ്രശാന്തിന്റെ വിശാരി എന്ന നോവലിന്റെ പുസ്തകാസ്വാദനം യുവ എഴുത്തുകാരി ബീന ട്രീസ അവതരിപ്പിച്ചു. അജേഷ് PK പുസ്തക പരിചയം നടത്തി. ആതിര PA, ഷിജു രാജു എന്നിവർ കവിതാലാപനം നടത്തി. പ്രകാശൻ K ചടങ്ങിന് നന്ദി പറഞ്ഞു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ തുടർന്ന് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു.